ഹലോ ഗൈസ്, ന്യൂ ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഐസ്ക്രീം ചാപ്റ്റർ 4 ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ 2 ദിവസം മുന്നിട്ടാണ് ഇത് നമ്മൾ ഇച്ചിരി കൂടെ ഡെവലപ്പായിട്ടാണ് കളിക്കുന്നത്. എനിക്ക് എന്തോ ഇത് ഒരു എത്തും പിടിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടേണ്ടതെന്ന് ഒഴിച്ച് ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്തായാലും നമ്മളിത് തുറന്ന് എസ്കേപ്പ്. ആ കൊച്ചേർക്കം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്തായാലും ഇതിൻ്റെ അടിയിൽ കൂടെ കയറി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി എന്തായാലും ഈ വാതിലിൽ കൂടെ ഒളിഞ്ഞു നോക്കാം. ചെക്കന്, അയ്യോ ഈ തടിയൻ ചെക്കനായിരുന്നു നമ്മൾ. അതെ, വേറൊരു തടിയൻ നിന്നുറങ്ങുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഡോറ് തുറന്ന് നോക്കാം. സേഫാണോ? സേഫാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ വെച്ച് വിട്ടേക്കാം. ഈ ഡോറ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ സെൻസിറ്റീവ് ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് ഇതിപ്പം ഭയങ്കര ഫാസ്റ്റിൽ കിടന്ന് കറങ്ങുന്നത്. ഇവിടുന്ന് എന്തോ ഒരു സാധനം കിട്ടും. അതെ, അവിടെ എന്തോ സാധനം ഇരിപ്പുണ്ട്. സ്കൂട്ടർ കയറോ എന്തോ സംഭവം, ഇതെന്തോന്ന് അറിയത്തില്ല. എന്തായാലും ഇതുകൊണ്ട് നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല. അപ്പോൾ ഇത് നമുക്ക് വെറുതെ കൈ തൂക്കി പിടിച്ചുകൊണ്ട് ബിഗ് ഷോപ്പർ പോലെ കൊണ്ട് നടക്കാം. എന്തായാലും ഇത് ഇച്ചിരി കുറച്ചും കൂട്ടിയൊക്കെ ഇടാനുണ്ട്. അതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ജോയ്സ്റ്റിക്ക്. ഓക്കെ, അടുത്ത നമുക്ക് നൈസായിട്ട് വെളിയിലോട്ട് ഇറങ്ങാം ആയിരിക്കും. ഇറങ്ങാം. സേഫാണ്. അളിയന് ഇവിടെ ഒന്നുമില്ല. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഓടിക്കോ മോനെ, ഓടിക്കോ. ഇവിടെ ഒരു കുനിയുന്ന സ്ഥലം കാണുന്നുണ്ട് മോനെ. അതിൻ്റെ അകത്തോട്ട് കയറാ. എടാ ഇത് ഇവിടെ ജോയ്സ്റ്റിക്ക് ഇച്ചിരി പ്രശ്നമായത് കാരണം നടക്കുന്നില്ല കേട്ടോ. നമ്മുടെ ഐസ്ക്രീംകാരൻ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇതിലും എസ്കേപ്പ് ആകാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് തുറന്ന് നമ്മൾ കുത്തി തുറന്ന് ഇനി ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഇങ്ങോട്ട് മറിച്ചിടണം. എന്നിട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറി ഇരിക്കണമെന്ന് തോന്നുന്നു. എടാ ആ കൊച്ചു ചെറുക്കൻ എവിടെടാ വയസ്സ്? ആ കൊച്ചെറുക്കൻ അവിടെ ഉണ്ട് കേട്ടോ വയസ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇതിലും വഴി ഒന്ന് കുറച്ച് എക്സ്പ്ലോറേഷൻ ചെയ്തു നോക്കാം. എന്തായാലും ഇവിടെ ഇപ്പുറത്തൂടെ കയറി അപ്പുറത്തൂടെ വന്നാ. ഐസ്ക്രീംകാരൻ ഇവിടെ ഇല്ല. ഈശി പൂശി. ഇവിടെ ഐസ്ക്രീംകാരൻ്റെ മെയിൻ സ്ഥലമാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇവിടെ ഐസ്ക്രീം ഇരിക്കുന്നു. അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം, സമയമുള്ളപ്പോൾ എടുക്കാം. ഇപ്പോൾ നമ്മുടെ തീരെ സമയമില്ല. എന്തായാലും ഇതിൻ്റെ അകത്ത് ഇത് ഒളിച്ചിരിക്കാനുള്ള സ്ഥലമാണ്. എന്തായാലും ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു എത്തുപിടിയും കിട്ടുന്നില്ല. ഇപ്പം ഞാൻ എന്താ ചെയ്യുക? ഈ പൊട്ട സാധനം ഒരെണ്ണം കൈ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എന്തോ ചെയ്യേണ്ടതെന്ന് മാത്രം എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഇങ്ങനെ പതുങ്ങി ഇരിക്കുകയാണ്. അയാളെങ്ങാനും വന്നാൽ നമ്മളെ പൊക്കും, തൂക്കിയെടുത്തുകൊണ്ട് പോവും. അപ്പോൾ ഏതായാലും നമ്മൾ ഐസ്ക്രീംകാരൻ്റെ കണ്ണ് വെട്ടിച്ച് നമ്മൾ പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയാളെങ്ങാനും പൊക്കിയാൽ നമ്മളെ ഹാങ്കറിൽ തൂക്കിയിടും. ഏതായാലും ഐസ്ക്രീംകാരൻ ഇവിടെ ഒന്നുമില്ല. നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ള ഡോറിൻ്റെ അകത്ത് പോയാൽ ഒരു വണ്ടി റെഡി പെറ്റ് കിടക്കുന്നതാണ്. അതിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങത്തില്ല. ഇതിന് മാത്രം പണി എന്തുവാണെന്നറിയത്തില്ല. നമ്മളെപ്പോൾ ചെന്നാലും കേസ് എന്തായാലും അയാൾ അവിടെ ആയിരിക്കും. അപ്പോൾ പതിയൊന്ന് തുറന്ന് നോക്കാറുണ്ട്. അത് നമ്മൾ തുറന്നിട്ട് നമുക്ക് പയ്യൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ പതിയെ ഇത് തുറന്ന് നോക്കാമായിരുന്നു. തുറന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ സ്ഥലം. കണ്ട് ഗൈസ്, കണ്ട് എന്താണ്ട് ട്യൂൺ കേക്ക്. ഇല്ല കണ്ടില്ല. അളയും കണ്ടില്ല. വണ്ടിക്കിടയിൽ പറ്റി കിടക്കുവാണ്. അണ്ണാച്ചി വിളി കേൾക്കുന്നില്ല കേട്ടാ. നമുക്ക് എന്തായാലും ഇറങ്ങി ചെന്ന് നോക്കാം. എൻ്റെ ആളി ഇവൻ കാണുന്നില്ലല്ലോടെ. ഇവൻ്റെ കണ്ണിന് ഇച്ചിരി പ്രശ്നമുള്ളതായിരുന്നു. എന്നിട്ട് എന്തായാലും നമുക്ക് പയ്യെ ഇറങ്ങി ചെന്ന് നോക്കായിരുന്നു. അയ്യോ കണ്ടറ ട്യൂണൊക്കെ കേൾക്കുന്നു. എടാ കണ്ടെന്ന് തോന്നടാ. ഇല്ല കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടവൻ എൻ്റെ മോനെ പറക്കുന്നില്ല കണക്ക് വരുന്നു. ഓടറാ. എടാ ഇങ്ങോട്ടേലും ഓടറാ മോനെ. ഭാഗ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിരുന്നു.
ഗൈസ് അപ്പം അയാൾ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇച്ചിരി നേരം ഇതിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നൈസ്. അയാൾ ദൈവമാണ് അയാൾ എന്തായാലും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡോർ നൈസായിട്ട് തുറന്നിട്ട് ആ ഏണി എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് കയറാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഏണി എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ എങ്ങനെ, അത് ശരി വള്ളം കളിക്കുന്ന കേട്ടോ ഇവൻ ഇവിടെ കിടന്ന്. എൻ്റെ പൊന്നിടാവേ, ഇങ്ങനെ വള്ളം കളിക്കല്ലേ. ഇപ്പോൾ അയാളെങ്ങാനും വന്നാൽ തൂക്കിയെടുത്ത് മേലിൽ കയറ്റും. എൻ്റെ പൊന്നെ, അയാളിപ്പോൾ തിരിച്ചു വരൂടെ. നമുക്ക് എങ്ങനെയും ഇവിടെ നിന്ന് എസ്കേപ്പ് ആക്കണം. എസ്കേപ്പിങ്. ദേ വരുന്നു. കള്ളക്കിളവൻ്റെ കാര്യമൊന്നും പറയണ്ട, ദേ വരുന്നുണ്ട്. ടാ വണ്ടിയുടെ അടി കയറി ഇരിപ്പുണ്ട്. എന്തായാലും നമ്മളെ കണ്ടില്ല. നമ്മളെ നോക്കിക്കണം ഗൈസ്, നമ്മൾ ഈ വണ്ടിയുടെ സൈഡിൽ കൂടെ പോയാൽ ആ പൊട്ടനാണ് കാണത്ത് പോലും ഇല്ല. അയാൾ ഇതുവരെ നമ്മളെ കണ്ടിട്ടില്ല കേട്ടാ. കണ്ട വണ്ടീൻ്റെ അടി പെറ്റി കിടക്കുവാണ്. എത്ര മക്കളുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളെന്തായാലും ആ സ്ഥിതിക്ക് നമ്മൾ നൈസായിട്ട് ഇതിലും വഴി മുങ്ങുകയാണ്. ഈ ഡോർ തുറക്കണോ? വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ഡോർ നൈസായിട്ട് അങ്ങ് അടച്ചിട്ടേക്കാം, അല്ലെങ്കിൽ അയാൾ വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇനിയിപ്പം ഐസ്ക്രീമൊക്കെ എടുത്തോണ്ട് പോകാം കേട്ടോ. പിങ്കി ഐസ്ക്രീം. എന്തോന്ന് കണ്ണുപോലും പിടിക്കുന്നില്ല. ഊപ്പറി അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നു. ശരി, അപ്പം ഇനിയിപ്പോൾ അയാൾ സൗണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. അയാൾ വരുമോ എന്തോ. നമ്മുടെ ഗ്രാനി അമ്മച്ചീനെ പോലാണോ എന്നറിയില്ല. എന്തായാലും വെയിറ്റിംഗ് ഫോർ മീ. ഇതിപ്പോൾ എവിടെത്തിടേ. കൊച്ചെറുക്കൻ കണ്ടു കേട്ടാ. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ കൊച്ചെറുക്കൻ വിളിച്ചാറിന് എന്തായാലും അയാളിപ്പോൾ അതിലും വഴി പോകും കേട്ടാ. അപ്പോൾ നമ്മൾ ജയിച്ച എൻ്റെ പൊന്നെ ഓടറാ. കണ്ടില്ല കേട്ടാ. എൻ്റെ പൊന്നെ, അയാളിപ്പോൾ നമ്മളെ പിടിച്ചേനെ. എടാ മോനെ, ഫാസ്റ്റിലാടറാ. ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടാ ഗൈസ്. എന്തൊരു ഭാഗ്യമാണ് നമ്മൾ പിടിക്കാനത്. നമ്മൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മുടെ പഴയ സ്ഥലമാണ് കേട്ടോ ഇത്. എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വയ്യ കയറിയിരിക്കാം. നമ്മളിപ്പോൾ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇതെങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടതെന്നുള്ളത്. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.